പറയാറുണ്ട്, പലരും പറയാറുണ്ട്. ഞാൻ ഏറ്റവും രസകരമായ ഒരു ഓർമ്മ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ കന്നഡ മാറ്റുമ്പോൾ ചിലപ്പോൾ കുറച്ച് കുറയാൻ വഴിയുണ്ടത്. ഈ കന്നഡയാണല്ലോ ആളുടെ ഐഡൻറ്റിറ്റി. അതെ, അല്ലാതെ ഞാൻ ആറാം തിരകൽപ്പന എന്നുള്ള സിനിമയുടെ ഫസ്റ്റ് ഡേ തൃശ്ശൂർ ഒരു വീടിൻ്റെ മുമ്പിലാണ് ലൊക്കേഷൻ. അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് പൂജയ്ക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നു. ഞാനപ്പോൾ ഒരു ചെറിയ മാവിൻ്റെ ചുവടെ നിൽക്കുകയാണ്. അപ്പോൾ രാഹുൽ മാധവ് ഇന്നോവയിൽ എങ്ങനെ പോവാം. അപ്പോൾ രാഹുൽ മാധവ് ഇന്ന് കാണിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, രാഹുലിനെ നമുക്കറിയാം, പക്ഷേ ഇനി എന്നെ രാഹുലിനെ അറിയണമെന്നില്ലല്ലോ, പിന്നെ എന്താണ് അവൻ ഇങ്ങനെ കാണിച്ചത്. ഓക്കെ, ആളുടെ ലൊക്കേഷനിലുള്ള ഒരാളെന്നുള്ള രീതിയിലായിരിക്കുന്നു കരുതി. കുറച്ച് കഴിഞ്ഞപ്പോൾ നിത്യമേനോൻ വന്നു. നിത്യമേനോൻ ചിരിച്ചു പോയി. അത് കഴിഞ്ഞ് പൂജ തുടങ്ങാൻ സമയത്ത് ഡയറക്ടർ ഇവർ രണ്ടുപേരെയും വിളിച്ച്, നിത്യനെ വിളിച്ചിട്ട്, ഇത് അനിലാൻ്റെ ഒരു ക്യാരക്ടർ അതിനകത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ രാഹുൽ പറഞ്ഞു, ഐ തോട്ട് ഹി വാസ് ഷൈൻ എന്ന് പറഞ്ഞത് രാഹുൽ. അപ്പം നിത്യ പറഞ്ഞു, ആണോ, ഹീ ഈസ് ടോട്ടലി കൺഫ്യൂസിങ്. ഞാൻ ഒരു ആംഗിളിൽ നോക്കിയപ്പോൾ എനിക്ക് ഫഹദാണെന്ന് തോന്നി, പിന്നെ നോക്കിയപ്പോൾ ഷൈനാണെന്ന് തോന്നി, എന്താണിത് എന്ന് ചോദിച്ചു. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്. ഞാൻ പപ്പ എന്നുള്ള സിനിമ കഴിഞ്ഞിട്ട് സിനിമയുടെ ഒരു ഇൻ്റർവ്യൂ കൊല്ലത്തൊരു റിസോർട്ടിൽ എടുക്കുകയാണ്. ഇതുപോലെ മീഡിയ ചുറ്റും നിൽക്കുന്നുണ്ട്. റിസോർട്ടിൻ്റെ ലോണിൽ നിന്നിട്ട് ഇങ്ങനെ ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ റിസോർട്ടിൻ്റെ മതിലിൻ്റെ ചുറ്റും നാട്ടുകാർ, കുട്ടികളും ചേച്ചിമാരും ഒക്കെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് ഇൻ്റർവ്യൂ കണ്ടിട്ട് വന്നതായിരിക്കുന്ന കരുതേ. എല്ലാവരും കൈവീശി കാണിക്കുന്നു, ചേട്ടൻ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നു. കുറച്ച് ദൂരമുണ്ട്, ഒരു 200 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഇത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇവർ വിചാരിച്ച് ഷൈനാണെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ എക്സൈറ്റ്മെൻറ്റ് കാണിച്ച്, അല്ലാതെ അനിലാണ്ടവരെ കാണാൻ വേണ്ടിയല്ല. അപ്പോൾ അങ്ങനെ പലരും പറയാറുണ്ട്, കമൻറ്റ് പറയാറുണ്ട്. ഷൈൻ ടോം, സുരേഷ് കൃഷ്ണയുടെ ചായ ഉണ്ടെന്ന് പലരും പറയാറുണ്ട്. സുരേഷ് ചേട്ടനും ഞാനും കൂടെ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു ഈ ഷാജുൻ കരിയാൽ സാർ സംവിധാനം ചെയ്ത മൃദുഭാവേ ദൃഢകൃത്യമായിട്ട്. ഷൈൻ്റെ കൂടെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ആറാം തിരകൽപ്പനയിൽ. പക്ഷേ നമ്മൾ സ്ക്രീനിൽ